പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീമാൻ റവാഡ ചന്ദ്രശേഖർ കേരളത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി നിയമിതനായിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കും. അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യനിർവഹണം നടത്തി തുടങ്ങിയിട്ടുമുണ്ട്. അദ്ദേഹത്തെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ നേരത്തെയും വീഡിയോകളിൽ പറഞ്ഞതുപോലെ പുറമേക്ക് കെട്ടടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഉള്ളിൽ ഉമിറ്റി പോലെ കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നത് വ്യക്തമാണ്. കാരണം കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു യുവജന വേട്ടയ്ക്ക് അല്ലെങ്കിൽ നരവേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തയാളാണ് രവത ചന്ദ്രശേഖർ എന്ന് CPM-ന്റെ ഉന്നത നേതൃത്വം കരുതുന്നില്ലെങ്കിലും കണ്ണൂരിലെ പാർട്ടി അണികളും യുവജനങ്ങളും കരുതുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് പുറമേക്ക് രവത ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നുണ്ട് CPM-ന്റെ നേതൃത്വമെങ്കിലും ഉള്ളാലെ അകത്ത് അടിത്തട്ടിൽ ആഴത്തിൽ കണ്ണൂരിലെ CPM അണികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും ഈ നിയമനം വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 1995 ജനുവരി 30 കൂത്തുപറമ്പ് വെടിവെപ്പിൽ 5 പേർ മരിക്കാനിടയായ സംഭവത്തിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് ശ്രീമാൻ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് 1995 ജനുവരി 30 നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഒന്ന് വിശദമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ചില ഭാഗങ്ങൾ ഞാൻ പറയാം. അതിൽ അദ്ദേഹം പറയുന്നത് പ്രസക്തമായൊരു ഭാഗം ഇതാണ്: ലാത്തിചാർജിൽ മാരകമായി പരിക്കേറ്റ് വീണ് കിടക്കുകയായിരുന്ന DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയരാജൻ പിന്നീട് കണ്ണൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് CPM-ന്റെ. അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. ലാത്തിചാർജിൽ മാരകമായി പരിക്കേറ്റ് വീണ് കിടക്കുകയായിരുന്ന DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജയരാജൻ വെടിവെക്കാനുള്ള ഒരുക്കം കണ്ടിട്ട് എഴുന്നേറ്റ് നിന്ന് ASP-യോട് പറഞ്ഞു. ആ ASP എന്ന് പറയുന്ന അന്നത്തെ തലശ്ശേരി ASP-യും ഇന്ന് പോലീസ് മേധാവിയായിട്ടുള്ള ശ്രീമാൻ റവാഡ ചന്ദ്രശേഖർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കരിങ്കൊടി കാണിക്കാൻ വന്നവരാണ്, കരിങ്കൊടി കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ വെടിവെക്കരുത്. ഇതാണ് ജയരാജൻ അന്ന് തലശ്ശേരി ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖരോട് പറഞ്ഞത്. എന്നാൽ ASP മറുപടി പറഞ്ഞത്, ASP എന്ന് പറഞ്ഞ റവാഡ ചന്ദ്രശേഖർ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതൊരു ഡ്രിൽ ആണ് എന്നാണ്. വെടിവെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി, ഞങ്ങൾക്ക് ഇതൊരു ഡ്രിൽ ആണ് എന്നാണ്. എന്നിട്ട് പിണറായി വിജയൻ പറയാണ്, പരിശീലനമാണ് എന്നാണ്. അടുത്ത വാചകം ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന മനോഭാവമുള്ള ഒരു ASP അവിടെ പോലീസിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. അതായത് പിണറായി വിജയൻ 1995 ജനുവരി 30 പറഞ്ഞ ഏറ്റവും പ്രസക്തമായ ഒരു വാചകം ഇതാണ്. എന്താണ്? ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന മനോഭാവമുള്ള ഒരു ASP അവിടെ പോലീസിന് നേതൃത്വം കൊടുക്കുകയുണ്ടായി. ആ അടിയന്തര പ്രമേയം ആരംഭിച്ചത് ഇങ്ങനെയാണ്: സാർ, കൂത്തുപറമ്പിൽ നടന്നത് മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. സംഭവത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇവിടെ ഒരു റിപ്പോർട്ട് വായിച്ചു. എനിക്ക് പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് മനോരമ സംഭവം കണ്ട് പിറ്റേ ദിവസം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് 2 വാചകം വായിക്കാം. എന്നിട്ട് മനോരമയിൽ വന്നതിനെ കുറിച്ച് വാചകം അദ്ദേഹം വായിക്കുകയാണ്. തലശ്ശേരി ASP രവത ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പോലീസ് സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു. സമരക്കാരിൽ കുറെ പേർ റോഡിൽ അടിയും ഏറും ഏറ്റുകിടക്കുന്നു. മന്ത്രിയുടെ കാർ പോലീസ് വാഹനങ്ങൾക്ക് നടുവിൽ നിർത്തിയിട്ട നിലയിൽ തന്നെ പെട്ടെന്നാണ് വെടിയൊച്ച മുഴങ്ങിയത്. ആദ്യം പൊട്ടിച്ചത് കണ്ണീർവാതക ഷെല്ലുകളായി. പിന്നാലെ ആകാശത്തേക്കും ജനക്കൂട്ടത്തിന് നേരെയും പോലീസ് നിർത്താതെ വെടിവെച്ചു. ഇതാണ് 1995 ജനുവരി 30 ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം വന്നപ്പോൾ പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. അതിൽ റവാഡ ചന്ദ്രശേഖരെ കുറിച്ച് പറഞ്ഞതും ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് പ്രസംഗിച്ചവരും അവർ പിന്നീട് എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കാണണം. സുഹൃത്തുക്കളെ, പിന്നീട് ഈ കൂത്തുപറമ്പ് സംഭവത്തെ കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ട് നയനാർ സർക്കാർ ഒരു പത്മനാഭൻ നായർ കമ്മീഷനെ നിയമിച്ചു. ആ പത്മനാഭൻ നായർ കമ്മീഷൻ യഥാർത്ഥത്തിൽ രവത ചന്ദ്രശേഖരെ കുറ്റമുക്തരാക്കുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് വന്ന മനോരമയുടെ വാർത്തയിൽ പറയുന്നത്, കമ്മീഷൻ റിപ്പോർട്ടിന്റെ 172, 173 പേജുകളിൽ ASP രവത ചന്ദ്രശേഖരന്റെ പങ്കിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. രവതയെ പറ്റിയുള്ള പരാമർശങ്ങൾ ചൂടെ അതിൽ പറയുന്നത്, ASP രവത A ചന്ദ്രശേഖറാണ് വെടിവെക്കാനുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നടപ്പാക്കിയത്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ സെക്ഷൻ 8B പരിധിയിൽ MV രാഘവൻ, TT ആന്റണി, അബ്ദുൽ ഹക്കീം ബത്തേരി എന്നിവരോടൊപ്പം ഉൾപ്പെടും. എന്നിട്ട് പറയുന്നത് എന്താണ്? അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ജൂനിയർ IPS ഓഫീസറായ രവത ചന്ദ്രശേഖർ 94 നവംബർ 23 വൈകിട്ടാണ് ആദ്യമായി തലശ്ശേരിയിൽ എത്തുന്നത്. 94 നവംബർ 23 കൂത്തുപറമ്പ് വെടിവെപ്പ് 94 നവംബർ 25 എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ASP ആയി ചുമതലയേറ്റ് 2 ദിവസത്തിന് ശേഷം. എന്നിട്ട് പറയുകയാണ്, കൂത്തുപറമ്പിന്റെ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയ പരിസ്ഥിതിയോ പശ്ചാത്തലമോ അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. എന്നാൽ രവത ചന്ദ്രശേഖർക്ക് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്
കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ നായനാർ സർക്കാർ ചുമതലപ്പെടുത്തിയ പത്മനാഭൻ നായർ കമ്മീഷനിൽ പറയുന്നത് രവതാ ചന്ദ്രശേഖർക്ക് ഇതുമായി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാൽ അതവിടെ വെച്ച് അവസാനിപ്പിച്ച് രവതാ ചന്ദ്രശേഖരെ കുറ്റമുക്തനാക്കുകയാണോ അന്ന് CPM ചെയ്തത്? ഒരിക്കലുമല്ല. അവരെന്താ ചെയ്തത്? പിന്നീട് നായനാർ സർക്കാർ എന്ത് ചെയ്തു? 14 മാസം കഴിഞ്ഞ്, അതായത് നായനാർ സർക്കാർ MV രാഘവൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി 14 മാസം കഴിഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവര് രവടാ ചന്ദ്രശേഖരനെ 10ാം പ്രതിയാക്കുന്നത്. നമ്മൾ ഓർത്തോണം. അതായത് MV രാഘവനെയൊക്കെ കൊലക്കേസിൽ പ്രതിയാക്കി, നായനാർ സർക്കാർ വന്നതിന് ശേഷം കൊലക്കേസിൽ പ്രതിയാക്കി 14 മാസം കഴിഞ്ഞപ്പോഴാണ് രവടാ ചന്ദ്രശേഖരെ 10ാം പ്രതിയാ. അപ്പം തെളിവില്ലെന്ന് പത്മനാഭൻ നായർ കമ്മീഷൻ പറഞ്ഞു, എന്നിട്ടും പിന്നീട് പ്രതിയാക്കും. അതുമായി ബന്ധപ്പെട്ട് അന്ന് മനോരമയിൽ വന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത എന്താ പറയുന്നത്? കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കുറ്റപത്രം കമ്മീഷൻ റിപ്പോർട്ടിന് ഘടകവിരുദ്ധം. റിപ്പോർട്ടിൽ കുറ്റക്കാരെന്ന് ആരോപിക്കപ്പെട്ട അന്നത്തെ മന്ത്രി MV രാഘവൻ, DYSP അബ്ദുൽ ഹക്കീം ബത്തേരി, ഡെപ്യൂട്ടി കളക്ടർ TT ആന്റണി എന്നിവർക്കെതിരെ നടപടിയെടുത്ത് 14 മാസങ്ങൾക്ക് ശേഷമാണ് കമ്മീഷൻ കുറ്റം ആരോപിക്കാത്ത അന്ന് ASP ആയിരുന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട SP രവടാ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. അന്ന് വന്ന വാർത്തയാണ്. നോക്കിയാൽ പത്മനാഭൻ നായർ കമ്മീഷൻ കുറ്റമുക്തനാണെന്ന് പ്രഖ്യാപിച്ചിട്ടും അന്ന് കുറ്റപത്രത്തിൽ, കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്നത്തെ നായനാർ സർക്കാർ രവടാ ചന്ദ്രശേഖർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എന്നിട്ട് സംഭവിച്ചു? എന്നിട്ട് DIG ശേഖരൻ മിനിയോടൻ അയാളെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രവതാ ചന്ദ്രശേഖരെ അറസ്റ്റ് ചെയ്തു. രവതാ ചന്ദ്രശേഖര് പിന്നീട് അതിന്റെ വാർത്തയുണ്ട്. രവതാ ചന്ദ്രശേഖർ പിന്നീട് DIGക്ക് മുന്നിൽ കീഴടങ്ങി, ശേഖരൻ മിനിയോടന് മുമ്പിൽ കീഴടങ്ങിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു. അതിനുശേഷം പത്തനംതിട്ട SP ആയിരുന്ന രവടാ ചന്ദ്രശേഖരെ സസ്പെൻഡ് ചെയ്തു. അതിനിടയിൽ എന്ത് സംഭവിച്ചു? ഹൈക്കോടതി രവതാ ചന്ദ്രശേഖരെ കുറ്റമുക്തനാക്കി. ആ കുറ്റമുക്തനാക്കിയിട്ടും രവതാ ചന്ദ്രശേഖർക്കെതിരെ കലിതീരാഞ്ഞ സർക്കാർ, ഇടത് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് പോയി. ഹൈക്കോടതി കുറ്റമുക്തനാക്കിയിട്ടും സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയി. ആ അപ്പീലും വിജയിച്ചില്ല. അതിനുശേഷം രവതാ ചന്ദ്രശേഖരന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. പക്ഷെ സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷവും ഏറെ നാൾ രവതാ ചന്ദ്രശേഖരന് നിയമനം കൊടുക്കാതെ പുറത്തു നിർത്തി. ആലോചിച്ച് നോക്കണം. അപ്പോ എന്താ സംഭവിച്ചത്? കൂത്തുപറമ്പ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറഞ്ഞത് പിണറായി വിജയൻ? ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കണ്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് രവതാ ചന്ദ്രശേഖരൻ. എന്നാൽ പിന്നീട് ആ വിഷയത്തെ കുറിച്ചിട്ട് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷൻ രവതാ ചന്ദ്രശേഖരെ കുറ്റമുക്തനാക്കി. പക്ഷേ കുറ്റമുക്തനാക്കിയതിനു ശേഷവും നായനാർ സർക്കാർ പിന്നീട് അയാളെ കൊലക്കേസിൽ 10ാം പ്രതിയാക്കി. ശേഖരൻ മിനിയോടന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഹൈക്കോടതി അയാളെ കുറ്റമുക്തനാക്കിയതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. ആ അപ്പീലിലും ഹൈക്കോടതി വിധി ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കുറ്റമുക്തനാക്കി നിലനിർത്തി. എന്നിട്ട് സസ്പെൻഷൻ പിൻവലിക്കാൻ നിർബന്ധിതനായി. പക്ഷെ സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് നിയമനം കൊടുക്കാതെ ഒരുപാട് കാലം പുറത്തു നിർത്തി. അങ്ങനെ രവതാ ചന്ദ്രശേഖരെ കൊലക്കേസിൽ പ്രതിയാക്കി വെടിവെച്ചതിന് ഉത്തരവാദിയായി കണ്ട് അയാൾക്കെതിരെ ഒരുപാട് നാള് ശിക്ഷണ നടപടി എടുത്ത് തുടർന്ന സർക്കാരാണ്. ആ സർക്കാരിൽ ഉള്ളവർ തന്നെയാണ്, ആ സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെ ഇപ്പോൾ രവതാ ചന്ദ്രശേഖരെ പരിപൂർണമായി കുറ്റമുക്തനാക്കുകയാണ്. ആലോചിച്ച് നോക്ക്. ഇപ്പൊ പറയുന്നെന്താ? ഇപ്പൊ ജയരാജനും KK രാഗേഷും ഗോവിന്ദ മാസ്റ്ററും ഒക്കെ പറയുന്നെന്താണ്? അത് പത്മനാഭൻ നായർ കമ്മീഷൻ കുറ്റമുക്തനാക്കിയ ആളല്ലേ? ഹൈക്കോടതി കുറ്റമുക്തനാക്കിയ ആളല്ലേ? പിന്നെ എന്താണെന്നാണ് ചോദിക്കുന്നത്? അതേ ആളുകൾ തന്നെ, അതേ സർക്കാരിന്റെ ആളുകൾ തന്നെ പത്മനാഭൻ നായർ കമ്മീഷൻ കുറ്റമുക്തനാക്കിയിട്ടും അയാളെ കൊലക്കേസിൽ 10ാം പ്രതിയാക്കി, അയാളെ അറസ്റ്റ് ചെയ്തു, അയാളെ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം അയാൾ കുറ്റമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് തോറ്റു. അവസാനം സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വന്നു. എന്നിട്ടും അയാളെ ഒരുപാട് നാൾ പുറത്തു നിർത്തിയ ആളുകൾ, അതേ ആളുകൾ തന്നെ അയാൾക്ക് ഇപ്പം ചുവപ്പ് പരവതാനി വിരിക്കുകയാണ്. അന്ന് ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കണ്ട പോലീസ് ഉദ്യോഗസ്ഥന് എന്ന് നിയമസഭയിൽ 1995 ജനുവരി 30 പ്രസംഗിച്ച അതേ നേതാവ് പിണറായി വിജയൻ തന്നെ താൻ അന്ന് ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ അതേ പോലീസ് ഉദ്യോഗസ്ഥനെ ചുവപ്പ് പരവതാനി വിരിച്ച് ഇപ്പോഴും പോലീസ് മേധാവിയാക്കുകയാണ്. സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്ക്. എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതെങ്ങനെയാണ് കണ്ണൂരിലെ പാർട്ടിക്കാർക്കും കണ്ണൂരിലെ യുവജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുക? പക്ഷേ നേതാക്കന്മാർ ഉൾക്കൊണ്ട് കഴിഞ്ഞു. പിണറായി വിജയൻ ഉൾക്കൊണ്ടു, MV ജയരാജൻ ഉൾക്കൊണ്ടു, MV ഗോവിന്ദൻ ഉൾക്കൊണ്ടു, KK രാഗേഷ് ഉൾക്കൊണ്ടു, എല്ലാവരും ഉൾക്കൊണ്ടു. എന്താ കാരണം എന്നറിയാവോ? കാരണം അമിത്ഷാ പറഞ്ഞു വിട്ടതാണ് ഇയാളെ. അമിത്ഷായാണ് ഇയാൾ പോലീസ് മേധാവിയാകണം എന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ 3 പേരുടെ ലിസ്റ്റിൽ 1ാം സ്ഥാനക്കാരൻ നിതിൻ അഗർവാൾ ആയിരുന്നു. ആ അഗർവാളിനെ മാറ്റി 2ാമൻ എങ്ങനെ ഇവിടെ പോലീസ് മേധാവിയായി? അപ്പോ കൂത്തുപറമ്പ് കേസിൽ കൊലക്കേസ് പ്രതിയാണെന്ന് പറഞ്ഞ് ദീർഘനാൾ പീഡിപ്പിച്ച രവടാ ചന്ദ്രശേഖരനെ ഇപ്പോൾ പോലീസ് മേധാവിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അമിത്ഷാ പറഞ്ഞിട്ട് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം.